നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ഓർമ്മച്ചുരുളിൻ്റെ 11ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രതീക്ഷിക്കാതെ കൈവന്ന പദവി. 2015 മാർച്ച് മാസം 25-ാം തീയതി ആണെന്ന് തോന്നുന്നു. പിയൂൺ വന്ന് എന്നെ കോളേജ് മാനേജർ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്താണാവോ കാര്യമെന്നറിയാതെ മുകളിൽ ഓഫീസിലേക്ക് നടന്നു. മാനേജറിൻ്റെ മുറിയിൽ മുട്ടിയപ്പോൾ യെസ് എന്ന് പറഞ്ഞു. ഞാൻ കയറിയതും ചിരിച്ചിട്ടിരിക്കാൻ എന്നോട് പറഞ്ഞു. സാർ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ എന്ന് ഞാൻ പതുക്കെ ചോദിച്ചു. അത് ടീച്ചർ ഏപ്രിൽ 1-ാം തീയതി പ്രിൻസിപ്പലായി ചാർജ് എടുക്കണമെന്ന് പറയാൻ വിളിച്ചതാണ്. ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടുപോയി. എനിക്ക് മെയ് 31-ന് റിട്ടയർ ചെയ്യേണ്ടതാണല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതിന് ഇനിയും 2 മാസമുണ്ടല്ലോ എന്നായിരുന്നു മാനേജറുടെ മറുപടി. അങ്ങനെ നനച്ചിരിക്കാതെ ഞാൻ മാലിങ്കര SNM കോളേജ് എന്ന വലിയൊരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പലായി മാറി. ജോയിൻ ചെയ്ത ദിവസം മുതൽ എനിക്ക് ഒരുപാട് നിയോഗങ്ങളുണ്ടായി. 3 വർഷമായി അംഗീകാരം ആകാതെ കിടന്ന 10 ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ അദാലത്തിനായി തിരുവനന്തപുരം DCയിൽ മാനേജ്മെൻറ്റ് സെക്രട്ടറിയുടെയും ഓഫീസ് സൂപ്രണ്ടിൻ്റെയും കൂടെ പോകേണ്ടി വന്നു. ശക്തമായി വാദിച്ച് അതിന് അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തു. ആദ്യത്തെ ഈ അനുഭവം തന്നെ എന്നെക്കുറിച്ച് മാനേജ്മെൻറ്റിൽ മതിപ്പുളവാക്കി. അതുപോലെ 3 വർഷമായി കോളേജിലേക്ക് ലൈബ്രറി ബുക്ക് വാങ്ങിയ കണക്കിൽ അജിത് ബുക്സിനും കറൻറ്റ് ബുക്സിനും കൊടുക്കാനുണ്ടായിരുന്ന 3.5 ലക്ഷം രൂപ പെൻഡിങ് ആയിട്ടിട്ടിരിക്കുകയായിരുന്നു. പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ അത് സാങ്ഷൻ ചെയ്തു കൊടുത്തു. ആ സമയത്തുണ്ടായിരുന്ന പ്രിൻസിപ്പൽ സാങ്ഷൻ ആക്കിയില്ല എന്ന പേരിൽ പിന്നെ വന്നവരാരും തന്നെ അതിന് മുതിർന്നില്ല. വന്ന എല്ലാ പ്രിൻസിപ്പൽമാരും കൈമലർത്തി. കോളേജ് ലൈബ്രറിയൻ പ്രശ്നങ്ങൾ വിശദീകരിച്ചു. വേണ്ട രേഖകളെല്ലാം ഞാൻ പരിശോധിച്ചു. എനിക്കും കാര്യങ്ങൾ വ്യക്തമായി. ബുക്ക് സപ്ലൈ ചെയ്തവർ അവരുടെ ജോലിസ്ഥലത്ത് നിന്ന് സസ്പെൻഷനായിട്ടിരിക്കുകയാണ്. അവർ എന്നോട് കരഞ്ഞു പറഞ്ഞപ്പോൾ എനിക്കത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റിയില്ല. ഞാനിത് ഏറ്റാൽ എനിക്ക് തിരിച്ചടി കിട്ടുമെന്ന് ഓഫീസ് സൂപ്രണ്ട് എന്നെ ഓർമ്മിപ്പിച്ചു. പക്ഷേ എനിക്ക് ആ പാവങ്ങളുടെ കണ്ണീർ കാണാതിരിക്കാൻ പറ്റിയില്ല. അതോടെ അവരുടെ സസ്പെൻഷൻ നീങ്ങി. അവർ ജോലിയിൽ പ്രവേശിച്ചു. നന്ദി കൊണ്ട് അവർ എന്നെ വീർപ്പുമുട്ടിച്ചു. ഓഫീസും ബാത്റൂംസും ഒക്കെ വൃത്തിയാക്കുന്ന ദിവസവേതനക്കാരുടെ കൂലി കൂട്ടിക്കൊടുക്കാൻ പല വർഷങ്ങളായി ചോദിച്ചിട്ടും കിട്ടാതെ ഇരിക്കുമ്പോഴാണ് അവർ എന്നോട് ഈ ആവശ്യം വന്ന് പറയുന്നത്. ഞാൻ മാനേജ്മെൻറ്റിനെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി. അതവർക്ക് വാങ്ങിക്കൊടുത്തു. അതുപോലെ വർഷങ്ങളായി വേണ്ടപ്പെട്ട ഓരോരുത്തരോട് പറഞ്ഞിട്ടും കോളേജ് ഗേറ്റിലുള്ള സെക്യൂരിറ്റി റൂമിൽ ഒരു ഫാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അതിൻ്റെ പേരിലും പല എതിർപ്പുകൾ വന്നിട്ടും ഞാൻ മാനുഷിക പരിഗണന വെച്ച് റിസ്ക് എടുത്ത് ഫാൻ ഫിറ്റ് ചെയ്തു കൊടുത്തു. രാത്രി പകലെന്നില്ലാതെ ചൂടും കൊതുകുകടിയും കൊണ്ട് ആ പാവങ്ങൾ കഷ്ടപ്പെടുകയായിരുന്നു. ഫാൻ ഫിറ്റ് ചെയ്ത ശേഷം സെക്യൂരിറ്റി ജീവനക്കാർ എല്ലാവരും കൂട്ടത്തോട് വന്ന് എന്നോട് നന്ദി പറഞ്ഞ ആ രംഗം ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. അതൊന്നും ജീവിതത്തിൽ എനിക്ക് മറക്കാനാവില്ല. ഇനിയും ഓർത്തു പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് എനിക്കെതിരെ അപഖ്യാതികൾ പറഞ്ഞ് എൻ്റെ ഗ്രാറ്റുവിറ്റി അപ്രൂവൽ 3 വർഷം തടഞ്ഞു വെച്ചു. ഇതൊക്കെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുകയുമില്ല, ചെയ്യിക്കുകയുമില്ല. ഈ പ്രവണത നാട്ടിലെ ചുരുക്കം ചിലരുടെ എങ്കിലും മാനസിക വൈകല്യമാണെന്ന് നാം മനസ്സിലാക്കണം. അതൊന്നുകൊണ്ടും നമ്മുടെ നന്മ പ്രവൃത്തികൾ ചെയ്യാനുള്ള മനസ്സ് മുരടിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. നമുക്ക് ലഭിക്കുന്ന ചെറിയ പദവികൾ കൊണ്ട് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ഉപദേശം മാത്രമേ എനിക്ക് പറയാൻ ഉദ്ദേശമുള്ളൂ. മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത്. ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ചില കഥാപാത്രങ്ങൾ. എൻ്റെ ജീവിതത്തിനിടയിൽ കണ്ടുമുട്ടിയ പല വ്യക്തികളും എന്നെ സ്വയത്തിലേക്ക് നോക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അവർ ചെയ്തത് ശരിയാണോ അതല്ലെങ്കിൽ അതല്ലേ ശരി എന്ന് എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കോളേജിൽ ജോയിൻ ചെയ്ത കാലത്ത് സാറുമാരുടെ ഇടയിൽ ആകെ ഒരു അംബാസിഡർ കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ബസ്സിലും സ്കൂട്ടറിലും നടന്നുമൊക്കെയാണ് വന്നിരുന്നത്. അത് അവിടെ തന്നെ പഠിപ്പിച്ചിരുന്ന ഒരു സാറും ടീച്ചറുമായിട്ടുള്ള ദമ്പതികളുടെ കുടുംബത്തിൻ്റേതായിരുന്നു. ആ സാറ് കുറച്ചു കാലം കഴിഞ്ഞ് മരണപ്പെട്ടപ്പോൾ ഭാര്യ വിഷാദരോഗത്തിന് അടിമപ്പെടുകയും ചെയ്തു. പിന്നെ ആൺമക്കൾ വീട് ഭരണം ഏറ്റെടുത്തു. തെറ്റായ തീരുമാനങ്ങളെടുത്ത് വളരെ നന്നായി ജീവിച്ചു പോന്ന ആ കുടുംബത്തെ എല്ലാം വിറ്റ് വാടക വീട്ടിൽ വരെ എത്തിക്കുകയും ചെയ്തു. മിടുക്കിയായി പഠിച്ചിരുന്ന മകൾ എങ്ങും എത്താതെ, ഒരു കുടുംബമാകാതെ രോഗിയായ അമ്മയെ ശുശ്രൂഷിച്ച് മറ്റൊരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. എവിടെയാണ് തെറ്റിയത്? ആരാണ് തെറ്റിച്ചത്? മറ്റൊരു അധ്യാപകൻ വളരെ താമസിച്ച് നല്ല വീട്ടിൽ നിന്നൊരു വിവാഹം കഴിച്ചു. കൃത്യമായി തൻ്റെ ചിന്തകളിലൂടെയും ആഗ്രഹങ്ങളിലൂടെയും മാത്രം ഭാര്യയെയും മക്കളെയും കൊണ്ട് മുന്നോട്ട് പോയി.
അകമേ ബന്ധനം അറിഞ്ഞിരുന്നെങ്കിലും പുറമേ വളരെ സന്തോഷം പ്രകടിപ്പിച്ചായിരുന്നു ഭാര്യയുടെയും മക്കളുടെയും ജീവിതം. പല നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ളൊരു മാനസികാവസ്ഥയിലാണ് സാർ നടന്നതും ആ കുടുംബത്തെ നടത്തിയിരുന്നതും. അവർക്കെല്ലാം ഒരുതരം ബ്രെയിൻ വാഷിംഗ് നടന്നുപോയി. ഒടുവിൽ സാറിൻ്റെ മരണശേഷവും ആ കുടുംബത്തിന് ആ പിടിവള്ളിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ആർക്കവരെ സഹായിക്കാൻ പറ്റും? ജോലിസ്ഥലത്ത് കണ്ടുമുട്ടിയ ചില വ്യക്തികളുടെ അപക്വത എന്നെ ഇരുത്തി ചിന്തിപ്പിക്കാറുണ്ട്. സത്യത്തിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഇടം നമുക്ക് അർഹതപ്പെട്ടതാണോ എന്നുള്ളതാണ് ആദ്യം നാം ചിന്തിക്കേണ്ടത്. നമ്മളെക്കാൾ ഈ സ്ഥാനമാനങ്ങൾ അർഹതപ്പെട്ട എത്രയോ പേർക്ക് ഇതൊന്നും ലഭിക്കാതെ പോയിട്ടുണ്ട്. അതാരുടെ പിഴവ് കൊണ്ടാണ്? എത്ര കഷ്ടപ്പെട്ടിട്ടും എങ്ങും എത്താതെ പോയ എത്രയോ ജീവിതങ്ങൾ. എന്നാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സുന്ദരമായ ചുറ്റുപാടുകൾ ലഭിക്കുന്നവരും ലോകത്തുണ്ട്. നമ്മൾ ജനിച്ചു വീഴുന്നത് തന്നെ ഒരു നിയോഗം പോലെയാണ്. അങ്ങനെയൊക്കെ ആണെന്നിരിക്കെ ഞാൻ ആരോ ആണെന്ന ഭാവത്തിൽ മുന്നോട്ട് പോകുന്നത് ശരിയാണോ? ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിൻ്റെ ഗതി മാറുമെന്ന് നാം നിത്യവും കാണുന്നതാണ്. നാളത്തെ നമ്മുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലല്ലോ. എല്ലാവരുമായി ഓരോ നിമിഷവും സ്നേഹത്തോടെ സഹവസിക്കുവാൻ സാധിച്ചാൽ അതുമാത്രമാണ് നമ്മുടെ വിജയം. എൻ്റെ കൂടെ സീനിയറായി ജോലി ചെയ്തിരുന്ന ഒരു ടീച്ചർ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. അവർ വളരെ സന്തോഷവതിയും ഊർജ്ജസ്വലയുമാണ്. കുടുംബജീവിതം തിരഞ്ഞെടുത്തിട്ടില്ല എങ്കിലും കുടുംബ ബന്ധങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അണുകുടുംബങ്ങൾ കണ്ടുപഠിക്കേണ്ട ഒരു ചിത്രം കൂടിയാണത്. സഹോദരങ്ങളും അവരുടെ മക്കളും സ്വന്തം കുഞ്ഞുങ്ങൾ പോലെയാണ് അവർക്ക്. തിരിച്ച് ഓരോരുത്തർക്കും അവരെയും അതുപോലെ തന്നെയാണ് അവർ കരുതുന്നത്. ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിലും അവർ യാത്രകൾ ചെയ്തും ഉറ്റവരുമായി ഇടപഴകിയും സന്തോഷം കണ്ടെത്തുന്നു. അവരുടെ അവസ്ഥയിൽ വേറെ ഒരാളായിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു? ഒറ്റപ്പെടലിൻ്റെ കാണാക്കയത്തിൽ കിടന്ന് ഉഴലുമായിരുന്നില്ലേ? ഇതിൽ നിന്നൊക്കെ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഓരോരുത്തരും അവനവൻ്റെ സന്തോഷവും സമാധാനവും സ്വയം കണ്ടെത്തുകയല്ലേ വേണ്ടത്. ഇനി അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള നിമിഷങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. അതുവരെയും നന്ദി, നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടാനും ഓർക്കുമല്ലോ.